ഞാൻ ഡ്യൂട്ടി സ്ഥലത്താണ് ഉള്ളത്. അങ്ങനെ വിസ കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. പോകുന്നതിന് ശേഷം പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ആയതുകൊണ്ട് അതവിടെ നിന്നു. പിന്നെ ഏതാണ്ട് ഒരു 1-2 വർഷം മുമ്പ് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് ഒരു MA അറബിക് എഴുതണം എന്ന് ഉദ്ദേശിക്കുകയും അദ്ദേഹം 1-2 പേപ്പർ എന്നോട് വായിച്ചു തരണം, അതൊന്ന് ജസ്റ്റ് എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു 60 വയസ്സിന് മേലുള്ള ആളാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ആ പേപ്പർ വായിച്ചു കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നത്, നിനക്കെന്താ ഒന്നുകൂടി ഒരു PG എടുത്താൽ, ഈ ഒരു ഏജില് ഞാൻ PG രണ്ടാമത് എഴുതുന്നുണ്ടെങ്കിൽ, അദ്ദേഹം PG ഉണ്ട്, രണ്ടാമത് PG ആണ് എഴുതുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തായാലും എഴുതിക്കൂടെ എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എങ്കിലും എഴുതാം എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അതുവരെ ഞാൻ ആ സംഗതി മാറ്റി വെച്ചിരുന്നു. അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും എഴുതണം എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫിനോട് ഇങ്ങനെ ഒന്നുകൂടി PG എഴുതണം, എവിടെയാണ് നല്ലത് എന്ന് ചോദിച്ചപ്പോൾ അവളങ്ങനെ വാട്സപ്പും മൊബൈലൊക്കെ ഒക്കെ ചാറ്റ് ചെയ്ത് അതിൽ കണ്ടതാണ് ലാംഗ്വേജ് എന്നുള്ളത്. അങ്ങനെ അവള് നമ്പർ തന്ന് അവളാണ് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തത്. ആ കോണ്ടാക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഞാനും കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ജോയിൻ ചെയ്തു. നല്ല സപ്പോർട്ടായിരുന്നു കിട്ടിയിരുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് മേഘ മാം ആയിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. 2-3 മാസം ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് മേഘ മാം മെന്ററായിട്ട്. അതിനുശേഷം ജയ്ഷ മാം വന്നു, നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാ അർത്ഥത്തിലും സപ്പോർട്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വെച്ച് ജയ്ഷ മാം പോയി, ആതിര മാം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ഒരാളല്ലേ, കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, എത്രമാത്രം ഉണ്ടാവും എന്നൊരു ആശങ്ക എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ വളരെ നല്ല ഇതില് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലിൽ തന്നെ എങ്ങനെയാണോ ജയ്ഷ മാം ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ തന്നെ ഉള്ള സപ്പോർട്ട് ജയ്ഷ മാമിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഇതായിരുന്നു. എന്തായാലും ഗുഡ് ലക്ക്.